ഞാൻ ആമസോണിന് ഒരു ലെറ്റർ അങ്ങോട്ട് കൊടുത്തു. പന്നപ്പുല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. ഈ 2 രൂപയ്ക്ക് വേണ്ടി ഞാനിരുന്ന് കേരള ഹൈക്കോടതിയിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആ 2 രൂപയുണ്ടെങ്കിൽ എനിക്കൊന്നൊരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇതേപോലത്തെ ഒരു പേപ്പറിൻ്റെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഒറിജിനൽ പേപ്പറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് എനിക്കന്ന് കോടതിയിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ആ 2 രൂപയുടെ വില എനിക്ക് ഏറ്റവും നന്നായിട്ട് എനിക്കറിയാം. ഞാനൊരു പൊതുപ്രവർത്തകൻ മാത്രമല്ല, പഴയ ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ്. ആമസോൺ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഫണ്ട് എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? എന്തിനാണ് അവർ ഈ കൊടുക്കുന്നതെന്ന് ഈ കത്ത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവർക്ക് വേണ്ടി ഓരോരോ നിയമങ്ങൾ കേന്ദ്ര സർക്കാരുകൾ ഭേദഗതി വരുത്തുന്നത് കൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സഹായങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്രയധികം ഫണ്ടുകൾ കൊടുക്കുന്നത് ചെറിയ എമൗണ്ടുകളൊന്നുമല്ല, കോടാനുകോടികളാണ്. ഇതൊന്നും പബ്ലിക്കോ അല്ലെങ്കിൽ ജനങ്ങളോ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. എന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ലോകരാജ്യങ്ങളെ വിറപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ശക്തി കൊണ്ട് വിറപ്പിക്കുന്ന അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന ആമസോൺ എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡ്, ആമസോൺ എന്നെ ഒന്ന് പറ്റിച്ചു. ചെറിയ പറ്റിക്കലല്ല പറ്റിച്ചത്. ആമസോണിനെ മാത്രമാണോ പറ്റിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനി പറ്റിച്ചത് ആമസോണിനെ മാത്രമല്ല, മലയാളിയെ എല്ലാവരെയും പറ്റിക്കുകയൊക്കെ ചെയ്തു. ഈ പറ്റിക്കപ്പെട്ടതിൽ എല്ലാം നിങ്ങളെ ഓരോരുത്തരെയും പറ്റിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നെ പറ്റിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ഈ സാധനത്തിൻ്റെ വില ഇത് പരിശോധിക്കാനായിട്ട്, പറ്റിക്കപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നേരെ പാലക്കാട് ഇവരുടെ കമ്പനി പോയി. ഇതാണ് അവരുടെ കമ്പനി, SPS നെല്ലിക്കക്കാന്താരി എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡ്. ഇതാണ് അവരുടെ ഒറിജിനൽ സാധനം. അതിൻ്റെ യഥാർത്ഥ MRP എന്ന് പറയുന്നത് 300 രൂപയാണ്. കണ്ടോ? അപ്പോൾ ഇത് ആമസോണിലൂടെ വിറ്റതാണ് എനിക്ക് ഈ കാണുന്നത്. ആമസോണിൽ ഇതിന് വില 800 രൂപ. ഓഫർ 50% ഓഫർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഓഫർ സമയത്ത് എനിക്ക് തന്നത് 699 രൂപ പ്ലസ് അഡീഷണൽ 6 രൂപയും കൂടി എടുത്തു. അത് ഡെലിവറി ചാർജും കൂടി കൂട്ടി എൻ്റെ കയ്യിൽ നിന്ന് 700 ചില്ലാൻ രൂപ എടുത്തു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ MRP എന്ന് പറയുന്നത് 300 രൂപയാണ്. ഇവിടെയും തീർന്നില്ല പ്രശ്നം. ഞാനിത് പറ്റിക്കപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നേരെ വണ്ടിയും എടുത്തു, നേരെ പാലക്കാടേക്ക് പോയി. പാലക്കാടേക്ക് ചെന്നപ്പോൾ ഉണ്ട് 2 ടോൾ കിടക്കണം. ജീവിതത്തിൽ ടോൾ എടുക്കാത്ത ഞാൻ അന്ന് 2 ടോളും എടുത്ത് യാത്ര ചെയ്തു. ടോൾ എടുത്തു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 300 രൂപയുള്ള നെല്ലിക്കക്കാന്താരിയുടെ വില 200 രൂപ. എനിക്ക് അവർ 200 രൂപയ്ക്കാണ് തന്നത്. ഞാൻ അതും കൊടുത്തു. ഞാൻ അതും മേടിച്ച് ഞാൻ തിരിച്ചു വന്നു. ഈ പോയത് ഞാൻ ഉച്ചക്കാണെങ്കിലും തിരിച്ചെത്തിയത് ഞാൻ പച്ചപ്പാതിരത്രയ്ക്കാണ്. അപ്പോൾ എനിക്ക് നഷ്ടം എത്രയാണ്? 100 ചില്ലാൻ കിലോമീറ്റർ ഞാൻ അങ്ങോട്ടും ഡ്രൈവ് ചെയ്ത്, 100 ചില്ലാൻ കിലോമീറ്റർ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ച് ഡ്രൈവ് ചെയ്ത് എല്ലാം വന്നപ്പോൾ എനിക്കതാണ്ട് 10,000-3000 രൂപയുടെ നഷ്ടം സംഭവിച്ചു. ആ നഷ്ടം എന്നെ സംബന്ധിച്ച് ചെറുതല്ല. എൻ്റെ ഒരു ദിവസത്തെ സമയവും പോയി, 10,000-3000 രൂപ നഷ്ടവും വന്നു. അപ്പം ഞാൻ വിട്ടില്ല. ഞാൻ നേരെ മുറുക്കെ പിടിച്ചിട്ട് ഞാൻ ആമസോണിന് ഒരു ലെറ്റർ അങ്ങോട്ട് കൊടുത്തു. പന്നപ്പുല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് കാണിക്കാനുള്ളതൊക്കെ നീ അങ്ങോട്ട് കാണിച്ചോ, ഞങ്ങൾ വെറുതെ
ഒന്നും ഞങ്ങൾ ചെയ്യാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഹൈദരാബാദ് ബേസ്ഡാണ് ഇവരുടെ ഇന്ത്യയിലെ ഹെഡ് ഓഫീസൊക്കെ. ഞാൻ അവർക്ക് ഒരു ലെറ്റർ അങ്ങോട്ട് കൊടുത്തു. ലെറ്റർ ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്ര രൂപയുടെ നഷ്ടം നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട്, മാത്രമല്ല എനിക്ക് ഈ കോമ്പൻസേഷൻ നിങ്ങൾ പറയുന്ന സമയപരിധിക്കുള്ളിൽ എനിക്ക് ആ കോമ്പൻസേഷൻ നിങ്ങൾ ലഭ്യമാക്കി നൽകണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കത്ത് കൊടുത്തു. അപ്പോൾ അവരെനിക്കൊരു മറുപടി തന്നേക്കുക. ദേ, സായി കൃഷ്ണ ആൻഡ് അസോസിയേറ്റ്സ്. കത്ത് വളരെ രസകരമാണ്. കത്ത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സായി കൃഷ്ണ അസോസിയേറ്റ് മുൻവിധികളില്ലാത്ത സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു. എൻ്റെ പേരും അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് 15/12/2025 നിങ്ങളുടെ ലീഗൽ നോട്ടീസിനുള്ള ആമസോൺ സെല്ലുലാർ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പേരിൽ നിന്നുള്ള പ്രതികരണം. പ്രിയ സർ, ഞങ്ങളുടെ ക്ലയൻറ്റിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതായത് ആമസോൺ സെയിലർ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ രജിസ്റ്റർ ചെയ്ത ഓഫീസ് നമ്പർ എന്ന അഡ്രസ്സിൽ ഒക്കെ നോട്ടീസിൽ ഇങ്ങനെ അഡ്രസ്സൊക്കെ പറഞ്ഞു പോയിട്ട് തുടക്കത്തിൽ തന്നെ SSPPLനെ ഈ നോട്ടീസിൽ ഉന്നയിച്ചിരിക്കുന്ന ഓരോ വാദവും ഞങ്ങളുടെ ക്ലയൻറ്റ് നിഷേധിക്കുന്നു. വളരെ സന്തോഷം. അവ തെറ്റാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. അതിനാൽ ഇവിടെ പ്രത്യേകമായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായി നിഷേധിക്കുന്നു. ഞങ്ങളുടെ ക്ലയൻറ്റ് ഉപഭോക്താക്കൾക്കുള്ള കടമകളെക്കുറിച്ച് എപ്പോഴും ജാഗ്രത പുലർത്തുകയും ബിസിനസ്സിൻ്റെ ഗതിയിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ ഇടനിലക്കാരൻ എന്ന നിലയിൽ അവരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും കുറിച്ച് ഞങ്ങളുടെ ക്ലയൻറ്റ് കൃത്യമായി ബോധവാന്മാരാണ്. കൂടാതെ ബാധകമായ നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, നിയമങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി അവ കർശനമായി പാലിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പേജിലേക്ക് വരുമ്പോൾ അവർ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ക്ലയൻറ്റ് അറിയുന്നത് പോലെ ഞങ്ങളുടെ ക്ലയൻറ്റ് ആമസോൺ എന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോം മാർക്കറ്റ് പ്ലേസ് നടത്തുന്നു. അവിടെ മൂന്നാം കക്ഷി വാങ്ങുന്നവരും വിൽക്കുന്നവരും ഇടപാട് നടത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ക്ലയൻറ്റ് അതിൻ്റെ കൊമേഴ്സ് മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും ഉൽപ്പന്നം നിർമ്മിക്കുകയോ സംഭരിക്കുകയോ ലിസ്റ്റ് ചെയ്യുകയോ വില നൽകുകയോ വിൽപ്പനയ്ക്കുള്ള ഓഫർ ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല. വിൽപ്പനക്കാരനാണ് വിൽപ്പനയ്ക്കായി വാഗ്ദാനം ചെയ്ത ഉൽപ്പന്നത്തിൻ്റെ ഒരു ലിസ്റ്റിംഗ് സൃഷ്ടിക്കാൻ പ്രാപ്തമാക്കുന്നതിന് മാത്രമേ ഞങ്ങളുടെ ക്ലയൻറ്റ് കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് നൽകുന്നുള്ളൂ. ഞങ്ങളുടെ ക്ലയൻറ്റ് അതിൻ്റെ കൊമേഴ്സ് മാർക്കറ്റിങ്ങിൽ ലഭ്യമായ ഏതെങ്കിലും ഉൽപ്പന്നത്തിൻ്റെ ലിസ്റ്റുകളുടെ ഏതെങ്കിലും വശങ്ങൾ ഒരു തരത്തിലും നിർദ്ദേശിക്കുന്നില്ല. കൊമേഴ്സ് മാർക്കറ്റിങ്ങിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും, അതായത് www.amazon.in, അതായത് സ്വതന്ത്ര മൂന്നാം കക്ഷി വിൽപ്പനക്കാരൻ വാങ്ങുന്നതും വിൽക്കുന്നു. വാങ്ങുന്നവർക്കും വിൽപ്പനയ്ക്കുമുള്ള ഉൽപ്പന്നം വാഗ്ദാനം ചെയ്യുന്നതിനായി വിൽപ്പനക്കാർക്ക് ഞങ്ങളുടെ ക്ലയൻറ്റ് ഒരു മാർക്കറ്റ് പ്ലേസ് നൽകുന്നു. പ്രധാനമായും മൂന്നാം കക്ഷി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഇടയിൽ ഞങ്ങളുടെ ക്ലയൻറ്റ് ഒരു വിവരണവും സംരക്ഷണം ആരംഭിക്കുന്നില്ല. അത്തരം എന്തെങ്കിലും ട്രാൻസ്മിഷൻ്റെ സ്വീകർത്താവിനെ തിരഞ്ഞെടുക്കുന്നു. കൂടാതെ ട്രാൻസ്മിഷനുകളിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ തിരഞ്ഞെടുക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഉൽപ്പന്നം തിരഞ്ഞെടുക്കുന്നത് മുതൽ വിൽപ്പന
അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഉപഭോക്താവും വിൽപ്പനക്കാരനും തമ്മിലുള്ളതാണ്. ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഇടപെടലുകളൊന്നുമില്ല. അതും കഴിഞ്ഞ് പിന്നെയും പറയുന്നു, അതനുസരിച്ച് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ IT ആക്ട് സെക്ഷൻ 2(1)W പ്രകാരം ഞങ്ങളുടെ ക്ലയൻ്റ് ഒരു ഇടനിലക്കാരനാണ്. വളരെ സന്തോഷം. നിങ്ങളുടെ നോട്ടീസിൽ പറയുന്നത് 21/11/2025 699 രൂപയ്ക്ക് SKS നെല്ലിക്ക കാന്താരി സിറപ്പ്, ബേഡൈ ചില്ലി അമല സ്പൈസി ഡ്രിങ്ക് ഫ്രം കേരള പ്രൊഡക്റ്റ് എന്ന ഓർഡർ ID വഴി ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ്. അതാണ് ഈ സാധനം, കണ്ടോട്ടോ. നിങ്ങളുടെ പരാതിയുമായി നിങ്ങൾ ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ CS ടീമിനെ സമീപിച്ചുവെന്നും എന്നാൽ ഇതുവരെ ഒരു പരിഹാരവും നൽകിയിട്ടില്ലെന്നും നിങ്ങളുടെ നോട്ടീസിൽ പറയുന്നു. നേരെ മറിച്ച് നിങ്ങളുടെ പരാതി ലഭിച്ചപ്പോൾ ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ CS ടീം ഒരു ഇൻറ്റേണൽ അന്വേഷണം നടത്തി 25/11/2025 ഉൽപ്പന്നം നിങ്ങൾക്ക് വിജയകരമായി എത്തിച്ചു എന്നും സ്ഥിരീകരിച്ചു. ഡെലിവറിക്ക് ശേഷം ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ഒരു പരാതിയുമായി നിങ്ങൾ ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ CS ടീമിനെ ബന്ധപ്പെട്ടിട്ടില്ല എന്നത് കൂടുതൽ പ്രസക്തമാണ്. മാത്രമല്ല, ഉൽപ്പന്നം തിരികെ നൽകാനാവാത്ത ഇനമായി തരംതിരിച്ചിരിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പരിഹാരം നൽകാൻ ഞങ്ങളുടെ ക്ലയൻറ്റിന് കഴിയില്ല എന്നുമാണ് അവർ 2ാമത്തെ പാരയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി 3ാമത്തെ പാരയാണ്. 3ാമത്തെ പാരയിൽ അവർ പറയുന്നത് അതിലും രസകരമാണ്. വെറുമൊരു ഇടനിലക്കാരൻ മാത്രമാണെങ്കിലും നിങ്ങൾക്ക് സാധ്യമായ ഏറ്റവും മികച്ച സഹായം നൽകുവാൻ ഞങ്ങളുടെ ക്ലയൻറ്റ് പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്ന് കൂടി സമർപ്പിക്കുന്നു. ഉൽപ്പന്നം ഒരു സ്വതന്ത്ര 3ാം കക്ഷി വിൽപ്പനക്കാരൻ ആയത് കേബിൾ ഷോപ്പി എന്ന വിൽപ്പനക്കാരൻ നിങ്ങൾക്ക് വിറ്റുവെന്നും സമർപ്പിക്കുന്നു. കൂടാതെ ഉൽപ്പന്നത്തിൻ്റെ പ്രതിഫലം നിങ്ങൾ വിൽപ്പനക്കാരന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24/11/2009 വിജ്ഞാപനത്തിന് അനുസൃതമായി ആരംഭിച്ച നോഡൽ അക്കൗണ്ടിലേക്ക് നൽകി. അതിൽ ഞങ്ങളുടെ ക്ലയൻറ്റിന് നിയന്ത്രണമില്ലെന്ന് സമർപ്പിച്ചിരിക്കുന്നു. ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ് പ്ലേസ് സന്ദർശിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും ഉപയോഗ നിബന്ധനകൾ എന്ന ഒരു വ്യവസ്ഥയിൽ പ്രവേശിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ സ്വതന്ത്ര 3ാം കക്ഷി വിൽപ്പനക്കാരനും ഉപഭോക്താക്കളും നടത്തുന്ന എല്ലാ വിൽപ്പന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ പങ്കിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. വാങ്ങുന്നയാളും സ്വതന്ത്ര 3ാം കക്ഷി വിൽപ്പനക്കാരനും തമ്മിലുള്ള വിൽപ്പന ഇടപാടുകൾ സുഗമമാക്കുന്നതിന് മാത്രമാണ് ഇത് ഒരു കൊമേഴ്സ് മാർക്കറ്റിംഗ് പ്ലേസ് നടത്തുന്നതെന്ന് ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ നിയമപരമായ നിലപാട് ഉപയോഗ നിബന്ധനകളുടെ ക്ലോസ് 3 വ്യക്തമായി പറയുന്നു. ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ് വാങ്ങുന്നയാൾ നടത്തുന്ന എല്ലാ വിൽപ്പന ഇടപാടുകളിലും ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിലുള്ള കർശനമായ ത്രികക്ഷി കരാറുകളാണെന്ന് ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു. ഇ-കൊമേഴ്സ് മാർക്കറ്റിങ്ങിൽ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിൽ നടപ്പിലാക്കുന്ന വിൽപ്പന കരാറിൻ്റെ പ്രകടനത്തിന് ഞങ്ങളുടെ ക്ലയൻറ്റിന് ഒരു തരത്തിലും ബാധ്യതയില്ലെന്ന് ഉപയോഗ നിബന്ധനകളോടെ ക്ലോസ് 13 ഊന്നിപ്പറയുന്നു. കാരണം വിൽപ്പന കരാർ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിൽ മാത്രമായി പ്രവേശിച്ചിരിക്കുന്നു. വിൽപ്പന
ഇടപാടിൽ ഞങ്ങളുടെ ക്ലയൻറ്റിന് ഒരു പങ്കുമില്ല. IT ആക്റ്റിലെ സെക്ഷൻ 79(1) ഉൽപ്പന്നം പോലുള്ള കൊമേഴ്സ് മാർക്കറ്റിങ്ങിൽ മൂന്നാം കക്ഷികൾ അപ്ലോഡ് ചെയ്തതോ ലഭ്യമാക്കിയ മൂന്നാം കക്ഷി വിവരങ്ങൾ, ഡാറ്റ അല്ലെങ്കിൽ ആശയവിനിമയ ലിങ്ക് എന്നിവയിൽ നിന്നുണ്ടാകുന്ന ബാധ്യതകളിൽ നിന്ന് ഞങ്ങളുടെ ക്ലയൻറ്റിനെ പോലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു. സെക്ഷൻ 79(2), 79(3) എന്നിവയിലെ വ്യവസ്ഥകളും അതിന് കീഴിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളും പാലിക്കുന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇടനിലക്കാർക്കും ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡുകൾക്കുമുള്ള മാർഗനിർദ്ദേശങ്ങൾ, നിയമങ്ങൾ, 2021 IT നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഉചിതമായ ശ്രദ്ധ ചെലുത്തുവാൻ എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഞങ്ങളുടെ ക്ലയൻറ്റ് പ്രസ്താവിക്കുന്നു. ഇനി അവസാന പാര, അതെല്ലാം കഴിഞ്ഞേ, ഇനി അവസാനത്തെ പാരയും കൂടി വായിച്ചേപ്പിച്ചു തരാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പറയുന്നു, നിലവിലുള്ള നിയമങ്ങൾ അനുശാസിക്കുന്നത് പോലെ കൊമേഴ്സ് മാർക്കറ്റിങ്ങിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള ജാഗ്രതയും ആവശ്യമാണ്. കൂടാതെ IT ആക്റ്റിലെ സെക്ഷൻ 79(2), 79(3) പ്രകാരമുള്ള കടമകളും പാലിക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ ക്ലയൻറ്റ് പ്രസ്താവിക്കുന്നു. കൂടാതെ IT നിയമങ്ങളും വാങ്ങുന്നയാളും സ്വതന്ത്ര മൂന്നാം കക്ഷി വിൽപ്പനക്കാരനും തമ്മിൽ വിൽപ്പന ഇടപാട് നടത്തുന്ന കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് മാത്രമാണ് ഞങ്ങളുടെ ക്ലയൻറ്റ് നൽകുന്നതെന്ന് ആവർത്തിച്ച് പറയുന്നു. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്ത് ഈ വിഷയത്തിൽ ഒരു അവസാനമായി ഇത് പരിഗണിക്കപ്പെടുമെന്ന് ഞങ്ങളുടെ ക്ലയൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഈ പ്രതികരണം ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ അവകാശങ്ങൾ, തർക്കങ്ങൾ, നിയമത്തിനും നീതിക്കും കീഴിലുള്ള പരിഹാരങ്ങൾ എന്നിവയ്ക്ക് ഒരു മുൻവിധിയും വരുത്തുന്നില്ല. നിങ്ങൾ എടുക്കുന്ന ഏതൊരു തുടർ നടപടികളും ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ചെലവിലും അനന്തരഫലങ്ങളിലും ആയിരിക്കുമെന്ന് ദയവായി ശ്രദ്ധിക്കുക. നിയമത്തിനും നീതിക്കും കീഴിലുള്ള ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ അവകാശങ്ങൾക്കും തർക്കങ്ങളും ഈ മറുപടി ഒരു മുൻവിധിയും വരുത്തുന്നില്ലെന്ന് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കത്ത് തീർത്തിരിക്കുന്നത്. വളരെ സന്തോഷം. ഞാനൊരു പൊതുപ്രവർത്തകൻ മാത്രമല്ല, പഴയ ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ്. ആമസോൺ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഫണ്ട് എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? എന്തിനാണ് അവർ കൊടുക്കുന്നതെന്ന് ഈ കത്ത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവർക്ക് വേണ്ടി ഓരോരോ നിയമങ്ങൾ കേന്ദ്ര സർക്കാരുകൾ ഭേദഗതി വരുത്തുന്നത് കൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സഹായങ്ങൾ ഇവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്രയധികം ഫണ്ടുകൾ കൊടുക്കുന്നത്. ചെറിയ എമൗണ്ടുകളൊന്നുമല്ല, കോടാനുകോടികളാണ്. ഇതൊന്നും പബ്ലിക്കോ അല്ലെങ്കിൽ ജനങ്ങളോ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങളുടെ ഒരു വ്യാമോഹം മാത്രമാണ്. കാരണം ഇത് നിലനിൽക്കില്ല എന്ന് എന്നേക്കാളും നന്നായിട്ട് ഇത് എഴുതിയ സായി കൃഷ്ണ അസോസിയേറ്റ്സ് അഡ്വക്കേറ്റ്സിന് എന്നേക്കാളും നന്നായി അറിയാം എന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്താ പറയുക, തവള ലോറി വരുമ്പോൾ തവള ബലം പിടിച്ച് ഇങ്ങനെ നിൽക്കണ പോലെ തവള ബലം പിടിച്ച് നിൽക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ്
എൻ്റെ ഡിസിഷൻ. കാരണം ഇപ്പോൾ ആമസോൺ എന്നല്ല, ലുലു എന്നല്ല, ഇനി ഇൻ്റർനാഷണൽ ബ്രാൻഡായ ഇതിലും വലിയ ബ്രാൻഡുകളുണ്ടെങ്കിൽ അവരും എന്നെ പറ്റിച്ച ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും. അത് എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. കാരണം 1 രൂപയില്ലേ, 1 രൂപയല്ല 2 രൂപ, ഈ 2 രൂപയ്ക്ക് വേണ്ടി ഞാനിരുന്ന് കേരള ഹൈക്കോടതിയിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആ 2 രൂപയുണ്ടെങ്കിൽ എനിക്കൊന്നൊരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇതേപോലത്തെ ഒരു പേപ്പറിൻ്റെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഒറിജിനൽ പേപ്പറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് എനിക്കന്ന് കോടതിയിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ആ 2 രൂപയുടെ വില എനിക്ക് ഏറ്റവും നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ 200 രൂപയ്ക്ക് അല്ലെങ്കിൽ 300 രൂപ MRPയിൽ നിന്നും എത്ര കുറച്ചാലും അതൊരു പ്രസക്തമല്ല. 300 രൂപ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ. അപ്പോഴാണ് ഇവൻ കവറിലൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ പ്രിൻറ്റിങ് റേറ്റ് 300-ൽ നിന്നും ഒരു 0 ഇതിങ്ങനെ ഇട്ടിട്ട് ആ 3-ൻ്റെ അടിയിൽ ഒരു 0 കൂടി ഇട്ടിട്ട് കണ്ടോ 800 എന്നാക്കിയത്. എന്നിട്ടവൻ അതിനകത്ത് ഓഫർ ഇട്ടിട്ട് 699 രൂപയ്ക്ക് എനിക്ക് തന്നു. നല്ല ബുദ്ധിപരമായ തീരുമാനം അല്ലേ? ഇതിൻ്റെ MRPയിൽ കൂടുതൽ വിൽപ്പന നടത്തുന്നില്ല എന്ന് ഉറപ്പിക്കേണ്ടത് അവൻ്റെ ബാധ്യതയാണ്. അവനാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം. അവനത് പരിശോധിക്കാൻ അവന് ബാധ്യത ഉണ്ടായിരുന്നു. അവനത് പരിശോധിക്കാത്ത എൻ്റെ കുറ്റമല്ല. നിങ്ങൾ ലക്ഷങ്ങളും കോടികളും കൊടുത്തു വെച്ചിട്ടുള്ളത് അഡ്വക്കേറ്റുമാരൊക്കെ ഉണ്ടല്ലോ, പർച്ചേസിങ് മാനേജർ ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോം അതോറിറ്റികളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ പരിശോധിക്കാതെ വന്ന വീഴ്ചയ്ക്ക് എനിക്ക് എൻ്റെ കോമ്പൻസേഷൻ കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ നിയമ നടപടികൾ ആയി മുന്നോട്ട് പോകും. കാരണം ഇനി പറയേണ്ടത് ഞാനോ അല്ലെങ്കിൽ ആമസോൺ മുതലാളിയോ ഒന്നുമല്ല, ജുഡീഷ്യറി പറയട്ടെ. ഞാൻ ജുഡീഷ്യറിക്ക് വിട്ടുകൊടുത്തു. എനിക്ക് വിശ്വാസം ജുഡീഷ്യറിയെയാണെങ്കിൽ ജുഡീഷ്യറി പറയട്ടെ ഈ ചെയ്ത പ്രവൃത്തി ശരിയാണോ അല്ലയോ എന്ന് ഇനി ജുഡീഷ്യറി പറയും. എന്തായാലും നിങ്ങൾ ഇനി മുഗൾ റോത്തക്കയില്ലേ, മുഗൾ റോത്തക്കയെ കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് നിർത്തിയാലും വക്കീലന്മാർ ചിലപ്പോൾ പേടിക്കും. കാരണം അത്രയും സീനിയറാണ്. ആ പേടി എനിക്കില്ല. കാരണം ഞാനൊരു വക്കീലിനെയും വെച്ചിട്ടല്ല, പരമോന്നത നീതിപീഠം മുതൽ താഴെയുള്ള CJM കോടതി വരെയുള്ള കോടതികളിൽ നിയമ പോരാട്ടങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മുഗൾ റോത്തക്കയല്ല, ഇനി സാക്ഷാൽ മാരാര് വന്നാലും എൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും എന്ന് മമ്മൂട്ടി പണ്ട് പറഞ്ഞ പോലെ ഞാൻ ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് പറയുന്നതാണ് എൻ്റെ ചങ്കുറപ്പ്. പണ്ട് എനിക്കെതിരെ മുഗൾ റോത്തയ്ക്ക് ഒരു കേസിൽ എൻ്റെ ഓപ്പോസിറ്റ് വന്ന് ഹാജരായത് കേസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറേ വക്കീലന്മാർക്കൊക്കെ അറിയാം. മുഗൾ റോത്തയ്ക്ക് വന്നപ്പോൾ മുഗൾ റോത്തയ്ക്ക് ഒറ്റയടിക്കാണ് ഞാൻ കോടതിയിൽ ഇരുത്തി കളഞ്ഞത്. അന്ന് ആ കേസ് കേട്ടവരിൽ പലരും എനിക്ക് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണോ, മോശമല്ലേ എന്നൊക്കെ ചോദിച്ചു. പറ്റിക്കപ്പെട്ടവന് മേളിലെ ആകാശവും താഴെ ഭൂമിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എൻ്റെ കാര്യത്തിൽ ജുഡീഷ്യറി തീരുമാനം പറയട്ടെ. അത് എനിക്ക് മാത്രമുള്ളതല്ല, പറ്റിക്കപ്പെടുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഉള്ളതാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിക്കായി കാത്തിരിക്കുന്ന ഈ കേസ്. കാരണം പണ്ട് നവാബ് രാജേന്ദ്രനെ പോലെയുള്ള ഒരു കേസ് നടത്തിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല നിയമങ്ങളും നമുക്ക് മുന്നിൽ ഉള്ളത്. അതിലൊക്കെ വളരെ പ്രാധാനമാണ് ഹോട്ടലുകളിലെ MRP റേറ്റ് എന്ന് പറഞ്ഞ പോലെ പുതിയ നിയമങ്ങൾ, അല്ലെങ്കിൽ കാശുള്ളവന് വേണ്ടി
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം മാറ്റുമ്പോൾ അതിൽ വിധി പറയേണ്ടത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയുടെ വിധി വരട്ടെ. അടുത്ത തലമുറയെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.